Boche Gold and Diamonds. Buy now, pay later. ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ കൂനത്തറയിലെ ഹോട്ടലിന് പഞ്ചായത്തിന്റെ പിഴ. 50,000 രൂപയാണ് പാലക്കാട് കുളപ്പുള്ളി പാതക്കരികിലെ ഹോട്ടലിന് പിഴ ഈടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ കവളപ്പാറ കാരക്കാട് പാടശേഖര സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലെന്ന പരാതിയുമുണ്ട്. കുഞ്ഞിക്കാന്റെ കറികൾ എന്ന പേരിലുള്ള ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. തട്ടുകട എന്ന രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ഇവിടെയുണ്ടാകുന്ന മാലിന്യം നേരിട്ട് പുറകിലെ കൃഷിസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോട്ടലിന് 3 തവണ 3 ഇരട്ടി പിഴയീടാക്കി അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ സ്ഥാപനം അടച്ചിടാൻ പോലും പഞ്ചായത്തിനായിട്ടില്ലെന്നാണ് പരാതി. പാലക്കാട് കുളപ്പുള്ളി പാതക്കരികിലെ സ്ഥാപനത്തിൽ വലിയ തോതിൽ മാലിന്യം ഉണ്ടാകുന്നുണ്ട്. ഹോട്ടലുകൾ നടത്തുന്നതിന് ലൈസൻസ് അനുവദിക്കാൻ മാലിന്യ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നിയമം. ഇതെല്ലാം കൃത്യമായി ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളാണ് അനധികൃത സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്നത്. 10 വർഷത്തോളമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ കണ്ടെത്തൽ. അടുത്ത ദിവസം പരിശോധന നടത്തുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യമൊഴുക്കി മീനുകൾ ചത്തുപൊങ്ങിയതുൾപ്പെടെ വലിയ പരാതിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയത്. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറിക്കും പോലീസിനും കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വാണിയംകുളം പഞ്ചായത്ത് 50,000 രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.